വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവിൽ നിന്ന് വിപരീതമായിട്ട് നമ്മൾ ഇന്ന് ഒരു ഊഞ്ഞാലയിലാണ്. കാരണം ഈ ഊഞ്ഞാലിന് ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വേറൊന്നുമല്ല, നമ്മൾ ഈ ഊഞ്ഞാല് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ കയറ്, അതായത് നാച്ചുറലായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്തൊരു കയറാണ്. അപ്പോൾ നമ്മുടെയൊക്കെ മുൻതലമുറക്കാർ, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള പ്ലാസ്റ്റിക് കയറുകളും നൈലോൺ കയറുകളൊക്കെ വരുന്നതിന് മുന്നേ അവർ കയറുകൾ ഉപയോഗിച്ചിരുന്നു. അതായത് പ്രകൃതിയിൽ നിന്നായിരുന്നു അവർ കയറുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്ത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റോപ്പ്, അതാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടൊരു നാച്ചുറൽ റോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ റോപ്പ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കണ്ടിട്ട് പോവാം. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാൽ അടക്കിട്ട് വരാം. അപ്പോൾ നമ്മുടെ കയറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചടച്ചുമരത്തിൻ്റെ കൊമ്പിൻ്റെ പുറന്തോല് നമ്മളിങ്ങനെ ചെത്തി മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ട്, ഒരു കയറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ചടച്ചുമരത്തിൻ്റെ കൊമ്പ് നമ്മൾ മുറിച്ച് മാറ്റിയെന്ന്. ശരിക്കും അതല്ല, നമ്മുടെ ഈ ചടച്ചുമരത്തിൻ്റെ തൊട്ട് ചുവട്ടിലായിട്ട് നമ്മുടെ ഒരു കറിവേപ്പ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കറിവേപ്പ് ഇതിൻ്റെ കാലിൽ കാരണം വളരാതെ ഉണങ്ങി തുടങ്ങിയ. അപ്പോൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ഈ കൊമ്പ് മുറിച്ച് മാറ്റിയത്. അപ്പോൾ എന്ത് ചെയ്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നടന്നു. ഒന്ന്, നമുക്കൊരു വീഡിയോയായി നമ്മുടെ കറിവേപ്പ് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ നമ്മളിതിൻ്റെ തോലിനി ചെത്തി മാറ്റിയിട്ട് നമ്മളിത് വഴുക പൊളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചടച്ചിയുടെ കൊമ്പയിൽ നിന്ന് നമ്മൾ ഇതുപോലെ പുറന്തോല് ചെത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകന്തോല് ഇതുപോലെ നമ്മൾ കത്തിക്കൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് നമ്മൾ പൊളിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കാവിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കത്തിക്കൊണ്ട് ഈ സാധനം ഇതിൻ്റെ അകത്തെ തോല് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊളിച്ചെടുക്കാം. പൊളിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാൻ കഴിയും. ഭയങ്കര വഴുക്കലുള്ള മരമാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കമ്പിൽ നിന്ന് ഇതിൻ്റെ തൊലി നമ്മൾ വേർപെടുത്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഉഷാറായിട്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത എല്ലാ കമ്പിൽ നിന്നും നമ്മൾ ഇതുപോലെ തൊലി നമുക്ക് വേർപെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പൊളിച്ചെടുത്ത് നമ്മുടെ ചടച്ചിയുടെ തോല് നമ്മളൊരു ഇതേപോലെ ഒരു വടി ഉപയോഗിച്ചിട്ട് ഒരു മുട്ടി വെച്ചിട്ട് നല്ലതായിട്ട് അടിച്ച് ചതച്ചെടുക്കണം. അതായത് ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ, അതായത് നല്ല ഫ്ലെക്സിബിൾ ആക്കി കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇതിൻ്റെ നാരുകളെ നമ്മൾ എന്ത് ചെയ്യും, ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വള്ളി നമ്മൾ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഈ വള്ളി ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിൻ്റെ മുട്ടി വെച്ചിട്ട് വേണം അടിക്കാൻ. അതായിരിക്കും നമ്മൾ കരിങ്കല്ലോ അതേപോലെ നമ്മുടെ ഹാമർ ഉപയോഗിച്ചിട്ടൊന്നും അടിക്കാൻ പാടില്ല, കാരണം അത് മുറിഞ്ഞു പോകും. അപ്പോൾ മരത്തിൻ്റെ മുട്ടിയാലും ഇതേപോലെ മരത്തിൻ്റെ മുട്ടി വെച്ചിട്ട് വേണം നമ്മളിത് അടിച്ച് ചതയ്ക്കാൻ. പിന്നെ അതേപോലെ എത്രത്തോളം അടിച്ച് ചതയ്ക്കുന്നോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത തോല് നമ്മൾ ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇനി നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മളിത് നമ്മുടെ കയറ് പിരിക്കുന്ന പോലെ പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചതച്ചെടുത്ത വള്ളിയിൽ നിന്ന് ഇതുപോലെ രണ്ട് വള്ളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് വലത്തോട്ട് തിരിച്ചിട്ട് ഒരു വള്ളിയുടെ മേളിലേക്ക് കയറ്റി ഇടത്തോട്ട് കയറ്റി വെക്കുന്ന രീതിയിൽ ഇതേപോലെ നമ്മളിങ്ങനെ പിരിച്ച് വേണം നമ്മൾ കയറ് പിരിച്ചെടുക്കാൻ.
അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വള്ളികളും നമ്മൾ ഇതുപോലെ 2 എണ്ണം വെച്ച് 2 എണ്ണം കൂട്ടി നമ്മൾ ഇതുപോലെ പിരിച്ചെടുത്തിട്ട് നമ്മൾ കയറുണ്ടാക്കിയെടുക്കണം ആദ്യം. അപ്പം നമ്മുടെ കയറ് നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ 3 സെറ്റായിട്ടാണ് നമ്മൾ പിടിച്ചെടുത്തത്. ഇനി ഈ 3 സെറ്റിനെയും കൂടി ഒരൊറ്റ കയറാക്കാൻ പോവാണ്. അതായത് 3 കൂട്ടി പിരിച്ചിട്ട് നമ്മൾ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഒറ്റ കയറാക്കി എടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ പിരിച്ചെടുത്ത കയറുകൾ നമ്മൾ ഇതുപോലെ കൂട്ടി കെട്ടിയിട്ട് ഒരു കമ്പി ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ കൂട്ടി കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 2 കയറുകൾ നമ്മൾ ഇതുപോലെ പിരിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ പിരിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 കയറ് നമ്മൾ ഇതുപോലെ ചുറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ 3ാമത്തെ കയറ്. അപ്പോൾ 3ാമത്തെ കയറ് ചുറ്റുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് 2 കയറുകൾ തമ്മിൽ ചുറ്റിയതിൻ്റെ ഇടയിലൂടെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വരുന്നത് കാണാം. ഈ ഗ്യാപ്പിലൂടെ ആയിരിക്കണം നമ്മുടെ 3ാമത്തെ കയറ് നമ്മൾ ചുറ്റിക്കൊണ്ടുണ്ട്. അതായത് ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ചുറ്റിയെടുത്ത് വീണ്ടും അടുത്ത കയറിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊണ്ടുപോകും. ഇങ്ങനെയാണ് നമ്മൾ 3ാമത്തെ കയറ് നമ്മൾ ചുറ്റിയെടുക്കേണ്ടത്. അവസാനമായിട്ട് നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന 4ാമത്തെ കയറ്, ഈ 4ാമത്തെ കയറും കൂടി നമ്മൾ ഇതിലോട്ട് പിരിച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കയറിന്റെ വർക്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ കയർ നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിന്റെ പുറത്തൂടെയുള്ള ഈ പപ്പും പൂടയും നാരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തീക്കകത്ത് ജസ്റ്റ് ഈ കയറൊന്ന് തീ കൂടെ ഒന്ന് ഓടിച്ച് വിട്ടിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ കയറിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, ഇതിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. അപ്പൊ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയെടുത്ത കയറുകൊണ്ട് നമ്മളൊരു ഊഞ്ഞാല് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ആ ഊഞ്ഞാലിൽ നമ്മൾ ആ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ നല്ല സ്ട്രെങ്ത് ഉള്ള കയറാണ്. സ്ട്രെങ്ത് എന്ന് മാത്രമല്ല, നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടാമെന്ന് വെച്ചാൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള കയറെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര അധ്വാനം കൂടുതൽ ആവശ്യമാണ്. ആ ഒരു ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. നല്ല പവർഫുൾ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റോപ്പാണിത്. ഇച്ചിരി കൂടെ സ്പെൻഡായിരുന്നു ക്യാമറ കൊണ്ടുവരായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ട്രഡീഷണലും പുതുമയാർന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസുമായി കാണുന്നതും വരെ ഗുഡ് ബൈ.